നമസ്കാരം. ഉമർ നബി എന്ന ചെങ്കോട്ട ഭീകരാക്രമണ കേസിലെ ചാവേർ ദീർഘനാൾ തീവ്രവാദ പരിശീലനം നേടിയ ആളായിരുന്നുവെന്നും അയാളെ അമീർ എന്നാണ്, തീവ്രവാദികളുടെ അമീർ അഥവാ രാജാവ് എന്നാണ് ഇയാൾ വിളിച്ചിരുന്നത്. ഇയാൾക്ക് ഭീകരവാദികളോട് ഇയാൾ തന്നെ പറയുന്നത് അയാളെ നേതാവെന്ന് വിളിക്കണമെന്നൊക്കെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട നേതാവായ മൗലവി ഇർഫാൻ അഹമ്മദ് ആദ്യമായി ഒരു ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ഉമർ നബി. അത്രമാത്രം വലിയ പ്രാധാന്യം ഇയാൾക്ക് ഭീകര സംഘടനകളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വലിയ അനുഭവ സമ്പത്ത് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നും ഒപ്പമുള്ള വൈറ്റ് കോളർ ഭീകരനായ മുഹമ്മദ് ഷക്കീൽ തുറന്നു പറയുകയാണ്. ഭീകര സംഘടനകളിൽ വളരെ നല്ല ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഉമർ നബി എന്നും ഇയാൾക്ക് 9ഓളം ഭാഷകൾ അറിയാമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിലെ ഭീകര നെറ്റ്വർക്കുകളുമായി ചേർന്ന് ഇയാൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നതായും ഷക്കീൽ പറയുന്നുണ്ട്. ഇയാളൊരു ആണവ ശാസ്ത്രജ്ഞനായി പോലും മാറുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ ഭീകരവാദികൾ വിശ്വസിച്ചിരുന്നത്. അത് ഭീകരവാദത്തിന് വലിയ മുൻതൂക്കം നൽകാനായിട്ട് സാധിക്കുമെന്നും ഭാവിയിൽ ഭീകരവാദം ആ നിലയിലേക്ക് മുൻപോട്ട് പോകുമെന്നൊക്കെ ഈ ഭീകരവാദികൾ വിശ്വസിച്ചിരുന്നതായും അവർ അന്വേഷണ ഏജൻസിയോട് തുറന്നു പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമർ നബി മറ്റ് ഭീകരവാദികളുമായി അധികം സംസാരിച്ചിരുന്നില്ല എന്നും സ്വയം തന്നെ അമീർ അഥവാ രാജാവ് എന്ന് വിളിച്ചിരുന്നുവെന്നും മുൻ സൂചിപ്പിച്ചതുപോലെ ഭീകരവാദികളെല്ലാം തുറന്ന് പറയുന്നുണ്ട് അന്വേഷണ ഏജൻസിയോട്. ഇസ്ലാം മത കാര്യങ്ങൾക്ക് വളരെ വലിയ കാർക്കശ്യ സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നു. മതാനുഷ്ഠാനങ്ങളൊക്കെ വളരെ കൃത്യമായി നടത്തുന്ന ആളായിരുന്നു ഇയാൾ. അതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരു വിവാദം ഉയർന്നിരുന്നു. കാരണം ജമ്മു കാശ്മീരിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ രോഗികളായി വരുന്ന സ്ത്രീകളെ പോലും ബുർഖ ധരിക്കാത്തതിനെ ചൊല്ലി ഇദ്ദേഹം വഴക്കൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ രീതിയിലൊക്കെയും ഇയാൾ അവിടെ വരുന്ന രോഗികളെ ഇയാൾ സമീപിച്ചിരുന്നു. അവിടെ വരുന്ന പല ആൾക്കാരും, ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മതാനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്യാത്തതിന് വേണ്ടി പലപ്പോഴായിട്ട് വഴക്കുകൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് അവർ പരാതി കൊടുക്കുകയും ഇദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഇയാൾ എത്തുന്നത്. ഇന്ത്യയിലെ അന്തരീക്ഷം മുസ്ലിങ്ങൾക്ക് അനുകൂലമല്ല. ഇവിടെ ഇസ്ലാമിക നിയമം നടപ്പിലാക്കാനും ഇസ്ലാമിക ഭരണസ്ഥാപനം നടപ്പിലാക്കാനും നിരന്തരം പോരാട്ടം ആവശ്യമാണെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. കാഫിറുകൾ നശിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ കാഫിറുകൾ ഇസ്ലാമായി മാറണം അല്ലെങ്കിൽ മാറ്റണമെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ചാവേർ ബോംബാക്രമണത്തിൽ ഉപയോഗിച്ച ഹുണ്ടായി i20 കാറിൽ ഉമർ നബി ഇംപ്രവൈസ് ചെയ്ത സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരുന്നതായിട്ടും അറിയാൻ കഴിയുന്നു. ഇതോടൊപ്പം അദ്ദേഹം ബോംബ് നിർമ്മാണത്തിന് നെയിൽ പോളിഷ് റിമൂവ്, പൊടിച്ച പഞ്ചസാര അയാൾ ബോംബിൽ ചേർത്തതായിട്ടും അറിയുന്നുണ്ട്. തുടക്കത്തിൽ ഭീകരവാദ സംഘടനകൾ ഹരിയാനയിൽ ഒളിപ്പിച്ച സ്ക്വാഡ ഇദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു. നേവാർ മേഖലയിൽ നിന്ന് അവിടെ ഉമർ നബി എന്തോ വലിയ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നുവെന്നും വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ആ പദ്ധതി ഫലിച്ചില്ല. ചാവേർ ബോംബർ നൂഹ് മേവ്ദാദ് മേഖലയിൽ നിന്ന് ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന യൂറിയ കൊണ്ടുവരാൻ ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അൽഫല സർവകലാശാലയിലെ തൻ്റെ മുറിയിൽ ഉമർ നബി സ്ഫോടക വസ്തുക്കളും രാസപ്രവർത്തനങ്ങളും പരീക്ഷിച്ചതായി അറസ്റ്റിലായ തീവ്രവാദികൾ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്യൂട്ട് കേസിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ബോംബ് നിർമ്മിക്കുന്ന വസ്തുക്കൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തിരക്കേറിയ ചാന്ദിനി ചൗക്കിൽ ഇദ്ദേഹം നടത്തിയ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ അതിലും എത്രയോ അധികം ആൾക്കാരെ കൊല്ലാനാണ് ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. ഡൽഹിയിലെ തന്നെ പല ഭാഗങ്ങളിലും ഇദ്ദേഹം സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഈ പദ്ധതികളൊന്നും നടപ്പിലാകാതെ പോയി, അല്ലെങ്കിൽ ഡൽഹി നഗരത്തിന് തന്നെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയതും എടുത്തുചാട്ടത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഭീകരപ്രവർത്തനം ഈ നിലയിലെങ്കിലും അവസാനിച്ചത്. അതിന് സത്യത്തിൽ വളരെ വലിയൊരു ഭാഗ്യമായ ഘടകമാണ്. പക്ഷേ 13 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതൊരിക്കലും സഹിക്കാൻ നമുക്ക് കഴിയില്ല. ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും രാജ്യം വളരെ ശക്തമായി തന്നെ തിരിച്ചടിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇവരോട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്കും ഭാരതം ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. പാകിസ്ഥാൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി മാറും എന്നുള്ളത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.